ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ ഇനി നെക്സ്റ്റ് എന്താ നോക്കാൻ പോകുന്നത്? നമ്മൾ പാഴ്സ് ടേബിൾ ക്രിയേറ്റ് ചെയ്തു അല്ലെ? നമ്മളൊരു 3 എക്സാമ്പിൾസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പാഴ്സ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന എക്സാമ്പിൾസ് അല്ലെ? അപ്പം ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇൻപുട്ട് സ്ട്രിങ്, നമുക്കൊരു ഇൻപുട്ട് സ്ട്രിങ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പാഴ്സർ അത് അക്സെപ്റ്റ് ചെയ്യുവോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെക്ക് ഇഫ് ദ ഗിവൺ ഇൻപുട്ട് സ്ട്രിങ് ക്യാൻ ബി അക്സെപ്റ്റഡ് ബൈ ദ പാഴ്സർ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പാസ് ടേബിൾ എല്ലാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഐഡന്റിഫൈ ചെയ്തു LL1 ആണോ LL1 അല്ലയോ എന്നുള്ളത്. അതായത് LL1 പാഴ്സർ എന്ന് പറയുന്നത് എന്താണ്? നോൺ റിക്കർസീവ് ഡിസെൻഡ് പാസ് ആണ് അല്ലെ? അപ്പം LL1 ആണോ അല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ്, ഒരു സ്ട്രിങ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പാഴ്സർ അത് അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കണം അല്ലേ? അപ്പം അതിന് കുറച്ച് റൂളുണ്ട്. ഈ റൂളുകളുടെ ഒരു ബഹളമാണ്. നമ്മൾ ഫസ്റ്റ് കാണാൻ കുറച്ച് റൂൾസ് പഠിച്ചു, ഫോളോ കാണാൻ വേണ്ടി കുറച്ച് റൂൾസ് പഠിച്ചു അല്ലേ? അതുപോലെ തന്നെയാണ് ഇത് ഇവിടെയും നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. സിമ്പിൾ റൂളാണ്, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ എ എന്ന് പറയുന്നത്, സ്മോൾ ലെറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് സിമ്പിൾ ആണെന്ന് വിചാരിക്കുക. ക്യാപിറ്റൽ ലെറ്റർ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാക്ക്. നമ്മൾ ഇവിടെ സ്റ്റാക്ക് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ സ്റ്റാക്കിന്റെ ടോപ്പിലാണ് എക്സ് എന്ന് പറയുന്നത് ഇരിക്കുന്നത് വിചാരിക്കുക. ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എന്ന് പറയുന്നത് എക്സ് ആണെന്ന് വിചാരിക്കുക. നമ്മുടെ എ എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് സിമ്പിൾ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ റൂൾ എന്താ പറയുന്നത്? ഫസ്റ്റ് റൂൾ പറയുന്നത് ഇതാണ്: ഇഫ് എക്സ് ഈക്വൽ ടു എ ഈക്വൽ ടു ഡോളർ സിമ്പിൾ. ഓക്കെ, എക്സും എയും ഡോളർ സിമ്പിൾ ആണെങ്കിൽ, ഇപ്പൊ ഒരു ഇവിടെ തന്നിട്ടുണ്ട്, നമ്മുടെ ഫസ്റ്റ് ഇത് പറയുന്നത് എന്താണ്? എക്സ് ഈക്വൽ ടു എ ഈക്വൽ ടു ഡോളർ സിമ്പിൾ. എക്സ് ഈക്വൽ ടു എ ഈക്വൽ ടു ഡോളർ, ദെൻ അക്സെപ്റ്റ് ദ ഇൻപുട്ട് സ്ട്രിങ്. അങ്ങനെയാണ് നമുക്ക് ഇൻപുട്ട് സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യാം. അതായത് എക്സ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് സിമ്പിൾ ആണ്. എ എന്ന് പറയുന്നത് ഇൻപുട്ട് സിമ്പിളും എക്സ് എന്ന് പറയുന്നത് ടോപ്പ് ഓഫ് ദ സ്റ്റാക്കും. സ്റ്റാക്കിന്റെ ടോപ്പിലുള്ളതും നമ്മുടെ ഇൻപുട്ട് സിമ്പിളിലും ഉള്ളത് രണ്ടും ഡോളർ ആണെങ്കിൽ, ഓക്കെ, എക്സും എയും ഡോളർ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ആ കംപ്ലീറ്റ് ഇൻപുട്ട് സ്ട്രിങ്ങിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? രണ്ടാമത്തെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു എ നോട്ട് ഈക്വൽ ടു ഡോളർ. അതായത് എക്സും എയും ഈക്വൽ ആണെങ്കിൽ, അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ്ങിലെ ഒരു സിമ്പലും പിന്നെ ഇപ്പം സ്റ്റാക്കിന്റെ ടോപ്പിൽ ഇരിക്കുന്ന സിമ്പലും രണ്ട് സെയിം ആണെങ്കിൽ, പക്ഷെ അത് രണ്ട് ഡോളർ ആകാൻ പാടില്ല. ഓക്കെ, അത് ഡോളർ ആകാൻ പാടില്ല. വേറെ ഒരു സിമ്പിൾ ആണെന്ന് വിചാരിക്കുക, രണ്ടും സെയിം സിമ്പിൾ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സിനെ പോപ്പ് ചെയ്യണം, എക്സിനെ സ്റ്റാക്കിൽ നിന്ന് പുറത്തേക്ക് എടുക്കണം. ഓക്കെ, എക്സിനെ നമ്മൾ സ്റ്റാക്കിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻപുട്ട് പോയിന്ററിനെ നമ്മൾ നെക്സ്റ്റ് സിമ്പലിലേക്ക് പോയിന്റ് ചെയ്യിപ്പിക്കണം. നെക്സ്റ്റ് സിമ്പലിലേക്ക് നമ്മൾ പോയിന്റ് ചെയ്യിപ്പിക്കണം. ഓക്കെ, അപ്പൊ ഇൻപുട്ട് പോയിന്ററിനെ നമ്മളൊന്ന് അഡ്വാൻസ് ചെയ്യണം. ഇനി മൂന്നാമത്തെ റൂൾ എന്താ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, എ എന്ന് പറയുന്നത് നമ്മുടെ ഒരു നോൺ ടെർമിനലാണെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്നത് ഒരു നോൺ ടെർമിനലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമുക്ക് നമ്മുടെ ആ ഒരു ഇതുണ്ടല്ലോ, അതായത് എക്സ്റ്റെൻസ് ടു യു വി ഡബ്ല്യു എന്ന് പറയുന്ന ഇതൊരു കോമൺ ഫോർമാറ്റാണ്, നമ്മുടെ പ്രൊഡക്ഷൻ റൂൾ എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്ന നോൺ ടെർമിനൽ ആണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് ചെയ്യുക? എക്സ്റ്റെൻസ് ടു യു വി ഡബ്ല്യു, അതായത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊഡക്ഷനെ എടുത്തിട്ട് എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ചെഴുതണം. അതായത് യു വി ഡബ്ല്യു എന്നുള്ളത് ഡബ്ല്യു വി എന്ന് നമ്മൾ നേരെ ഓപ്പോസിറ്റ് തിരിച്ചെഴുതണം. ഓക്കെ, തിരിച്ചെഴുതിയാൽ മതി. അതായത് അപ്പം യു എന്ന് പറയുന്നത് എന്ത് വരും? സ്റ്റാക്കിന്റെ ടോപ്പിൽ വരും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ഇതൊരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പം മനസ്സിലാവുന്നേ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഞാനിവിടെ നോക്കാൻ പോകുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ആദ്യം നമ്മൾ കണ്ടുപിടിച്ചില്ലേ, ആദ്യം നമ്മൾ എന്താണ് നമ്മൾ ഉപയോഗിച്ച എക്സാമ്പിൾ ആണ് ഞാനിവിടെ, സെയിം എക്സാമ്പിൾ ആണ് ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രൊഡക്ഷൻ റൂൾസ് എന്നൊക്കെ പറയുന്നത് ഇതാണ്. നമ്മുടെ ഇത്രയും പ്രൊഡക്ഷൻ റൂള് ഇത് നമ്മുടെ ഏറ്റവും ആദ്യത്തെ എക്സാമ്പിളാണ്. ഓക്കെ, ഏറ്റവും ആദ്യം നമ്മൾ പാസ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇതേ എക്സാമ്പിൾ തന്നെയാണ് നമ്മൾ ഫസ്റ്റും ഫോളോയും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചത്. ഓക്കെ, അപ്പൊ അതേ എക്സാമ്പിൾ തന്നെയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ എക്സാമ്പിൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ എക്സാമ്പിൾ. ഞാൻ എടുക്കാൻ പോകുന്നത് സെയിം തന്നെ എടുക്കുകയാണ്. പിന്നെ നമ്മൾ പാസ് ടേബിൾ ഈ ഒരു എക്സാമ്പിളിന്റെ പാസ് ടേബിൾ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നല്ലോ, അത് ഞാനിവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, പെട്ടെന്ന് നിന്ന് എനിക്കൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സാമ്പിൾ അവിടെ ഉണ്ട്, അതിന്റെ കറസ്പോണ്ടിങ് പാസ് ടേബിൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. ഇത് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തതല്ലേ, അപ്പം അതും ഞാൻ ഇവിടോട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്.
ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ഇൻപുട്ട് സ്ട്രിങ് കൊടുത്തിട്ട് ഈ പാഴ്സർ ആ ഇൻപുട്ട് സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് നോക്കണം അല്ലേ, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് സ്ട്രിങ് എന്ന് പറയുന്നത് ഐ ഡി പ്ലസ് ഐ ഡി ഇൻറ്റു ഐ ഡി. ഇതാണ് എൻ്റെ ഇൻപുട്ട് സ്ട്രിങ് എന്ന് പറയുന്നത്, ഐ ഡി പ്ലസ് ഐ ഡി. ഈ ഇൻപുട്ട് സ്ട്രിങ്ങിനെ നമ്മുടെ പാഴ്സർ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാനിവിടെ 4 കോളം വരച്ചിട്ടുണ്ട്. സ്റ്റാക്ക് ഉണ്ട്, ഇൻപുട്ട് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, കമന്റ് ഉണ്ട്. സ്റ്റാക്ക്, ഇൻപുട്ട്, ആക്ഷൻ, പിന്നെ കമന്റ്. ഓക്കെ, അതിന്റെ കറസ്പോണ്ടിങ് കമന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഞാനിത് ഫില്ല് ചെയ്ത് വെച്ചാൽ, നമ്മളിത് എഴുതിയാണ് പോകേണ്ടത്, പക്ഷെ ഞാനിത് കുറച്ച് എളുപ്പത്തിന് വേണ്ടി ഞാനിത് കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പറഞ്ഞുതരാം ഞാനിത് എങ്ങനെയാണ് ഫില്ല് ചെയ്തെന്നുള്ളത്. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡോളർ. നമ്മുടെ ഡോളറിനെ ആദ്യം സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. ഡോളറിനെ ഫസ്റ്റ് ചെയ്യേണ്ട ഇതാണ്, ഡോളറിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സ്റ്റാർട്ട് സിമ്പിളിനെ പുഷ് ചെയ്യുക. സ്റ്റാർട്ട് സിമ്പിൾ എന്താണ്? ഇ ആണ് അല്ലെ. അതായത് ഈ എക്സാമ്പിൾ നോക്ക്, നമ്മുടെ എക്സാമ്പിളിനകത്ത് നമ്മുടെ സ്റ്റാർട്ട് സിമ്പിൾ എന്താ? ഇ ആണ് സ്റ്റാർട്ട് സിമ്പിൾ. ഓക്കെ, അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോളറിനെയും സ്റ്റാർട്ട് സിമ്പിളിനെയും കൂടെ എന്ത് ചെയ്യുക, പുഷ് ചെയ്യുക. അപ്പൊ ഡോളറിനെ ആദ്യം പുഷ് ചെയ്യുക, അതിനുശേഷം സ്റ്റാർട്ട് സിമ്പിളിനെയും കൂടെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. അപ്പം എന്റെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എന്താ? സ്റ്റാക്കിന്റെ ടോപ്പിൽ ഇപ്പൊ ഇ ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇൻപുട്ട് സിമ്പിളിനെ, ഞാൻ എന്റെ ഇൻപുട്ടിനെ ഞാൻ അങ്ങോട്ട് പുഷ് ചെയ്തു. ഇൻപുട്ട് ഇതാണ് എന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്ന ഇതാണ്, ഇത് എന്റെ ഇൻപുട്ട് ആണ്, ഐ ഡി പ്ലസ് ഐ ഡി ഇൻറ്റു ഐ ഡി. ലാസ്റ്റ് ഞാൻ ഡോളർ ഇട്ടിട്ടുണ്ട്, ഇത് മസ്റ്റ് ആണ്. സ്റ്റാക്കിലേക്ക് ആദ്യം ഡോളറിനെ പുഷ് ചെയ്യണം, അതിനുശേഷം സ്റ്റാർട്ട് സിമ്പിളിനെ പുഷ് ചെയ്തിട്ട് അവിടെ നിർത്തുക. എന്നിട്ട് നമ്മുടെ ഇൻപുട്ട് ഇപ്പുറത്ത് എഴുതുക. ഇൻപുട്ട് ഇപ്പുറത്ത് എഴുതിയതിനു ശേഷം ലാസ്റ്റ് ഒരു ഡോളർ ഇടണം, അത് മസ്റ്റാ. ലാസ്റ്റ് നമ്മൾ എന്തായാലും ഡോളർ ഇട്ട് കൊടുക്കണം. ഇനി എന്താ ചെയ്യണ്ടേ, ഇനി നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഈ സ്റ്റാക്കിന്റെ ടോപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഇ ആണ് അല്ലെ, ടോപ്പിൽ ഇപ്പൊ ഇ ആണ് കിടക്കുന്നത്. ഇൻപുട്ടിന്റെ ആദ്യം കിടക്കുന്നത് എന്താ? ഐ ഡി ആണ്. ഓക്കെ, അപ്പം ഈ ഇയും ഐ ഡിയും കൂടെ ഞാനൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. ഇയും ഐ ഡിയും കൂടെ കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ സ്റ്റാക്കിന്റെ ടോപ്പിൽ എന്താ കിടക്കുന്നത്? ഇ ആണ് കിടക്കുന്നത് അല്ലെ, ഇ ആണ് കിടക്കുന്നത്. ഈ ഐ ഡിയുടെ കൂടെ കമ്പയർ ചെയ്യുന്നത് രണ്ടും രണ്ട് സിമ്പിളാ, രണ്ട് സെയിം അല്ല. രണ്ട് സെയിം സിമ്പിൾ അല്ലല്ലോ. അപ്പൊ രണ്ട് സെയിം സിമ്പിൾ അല്ലാത്ത കേസ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? സ്റ്റാക്കിന്റെ ടോപ്പിൽ എന്താണ് കിടക്കുന്നത് അതിന്റെ പ്രൊഡക്ഷൻ റൂൾ നമ്മൾ എടുത്തിട്ട് തിരിച്ചെഴുതണം. സ്റ്റാക്കിന്റെ ടോപ്പിൽ ഇപ്പൊ എന്താ കിടക്കുന്നത്? ഇ എന്നല്ലേ കിടക്കുന്നത്. അപ്പൊ ഇയുടെ പ്രൊഡക്ഷൻ റൂൾ ഏതാ? ഇയുടെ പ്രൊഡക്ഷൻ റൂൾ എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം കിടക്കുന്നത് ഇത് തന്നെ, ഇ ടെൻസ് ടു ടി ഡാഷ് ആണ്. ഇതാണ് ഇയുടെ പ്രൊഡക്ഷൻ റൂൾ അല്ലെ. അപ്പൊ ഇതിനെ ഞാൻ എന്താ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ എന്ത് ചെയ്തു, ഇതിനെ ഞാൻ എന്ത് ചെയ്തു, ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻ റൂൾ, ഇ ടെൻസ് ടു ടി ഇ ഡാഷ്. ഈ ഇ ടെൻസ് ടു ടി ഇ ഡാഷ് എന്നുള്ളത് ഞാൻ എന്ത് ചെയ്തു, ഈ ഇപ്പുറത്തെ സ്റ്റാക്കിൽ കിടക്കുന്ന ഇയെ മാറ്റിയിട്ട് ഞാൻ ഈ ടി ഇ ഡാഷിനെ ഇ ഡാഷ് ടി എന്ന് എഴുതി, നേരെ തിരിച്ചെഴുതി. എന്നിട്ട് അതിനെ ഞാൻ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ കമന്റ് കൊടുത്തിട്ടുണ്ട്, ഇ ഓൺ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ഈസ് റീപ്ലേസ്ഡ് ബൈ ഇ ഡാഷ് ടി. ഓക്കെ, അപ്പൊ ഇയെ ഞാൻ എങ്ങനെ മാറ്റി? ടി ഇ ഡാഷ് എന്നല്ല മാറ്റിയത്, ഇ ഡാഷ് ടി എന്നാ മാറ്റിയത്. ഇതിനെ തിരിച്ചു. ഓക്കെ, അപ്പൊ ഇ ഡാഷ് ടി. അപ്പൊ ഇവിടെ നോക്കിയേ, ഞാൻ ആ ടി മാറ്റി, സോറി ഇ മാറ്റിയിട്ട്, ഈ ആദ്യത്തെ ഇ മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇ ഡാഷ് ടി എന്ന് അവിടെ ഇട്ടു. ഇ ഡാഷ് ടി ഇട്ടു. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് റൂൾ അപ്ലൈ ചെയ്തത്? തേർഡ് റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. റൂൾ 3 ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തത്. ഓക്കെ, ഇനി നോക്കിയേ, ഇനി സ്റ്റാക്കിന്റെ ടോപ്പ് എന്താ? ടി ആണ്. ഇപ്പൊ നമ്മുടെ സ്റ്റാക്കിന്റെ ടോപ്പിൽ കിടക്കുന്നത് ടി ആണ്. നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഐ ഡി ആണ്. ഇനി ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കിയേ, രണ്ടും ഒരു ബന്ധം പോലും ഇല്ല അല്ലേ. അങ്ങനെയാണ് എന്ത് ചെയ്യണം? ടിയുടെ പ്രൊഡക്ഷൻ റൂൾ എടുക്കണം. ടിയുടെ പ്രൊഡക്ഷൻ റൂൾ എന്താ? ടി ടെൻസ് ടു എഫ് ടി ഡാഷ് ആണ് അല്ലെ. ടി ടെൻസ് ടു എഫ് ടി ഡാഷ് അല്ലേ നമ്മുടെ ടിയുടെ പ്രൊഡക്ഷൻ റൂൾ. ഇതേ നോക്ക്, ടിയുടെ പ്രൊഡക്ഷൻ റൂൾ എന്ന് പറഞ്ഞാൽ ഇത് ടി ടെൻസ് ടു എഫ് ടി ഡാഷ് അല്ലെ. അപ്പൊ ഈ ടി ടെൻസ് ടു എഫ് ടി ഡാഷ് എന്നുള്ള പ്രൊഡക്ഷൻ റൂൾ നെക്സ്റ്റ് എടുക്കുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് പറയാം, ഈ ടിക്ക് പകരം എഫ് ടി ഡാഷിനെ ഞാൻ തിരിച്ചെഴുതി വെക്കണം. അതായത് ടി ഡാഷ് എഫ് എന്ന് എഴുതണം. ഓക്കെ, അപ്പൊ ഇനി ഞാൻ സ്റ്റാക്കിൽ ആ ടി മാറ്റി. ഇ ഡാഷ് ഓൾറെഡി അവിടെ കിടപ്പുണ്ടേ, ഇ ഡാഷ് മറക്കരുത്, ഓൾറെഡി അവിടെ കിടപ്പുണ്ട്. ടി ആണ് ഞാൻ മാറ്റിയത്. ടിയെ ഞാൻ എന്താക്കി മാറ്റി? ടി ഡാഷ് എഫ് എന്ന് മാറ്റി. എഫ് ടി ഡാഷിന് പകരം ടി ഡാഷ് എഫ് എന്ന് ഞാൻ തിരിച്ചെഴുതി. ഓക്കെ, മാറ്റി. അതായത് നമ്മൾ തേർഡ് റൂൾ ആണ് വീണ്ടും അപ്ലൈ ചെയ്തത്. ഇനി എന്താ ചെയ്യുന്ന പറഞ്ഞാൽ, ഇനി സ്റ്റാക്കിന്റെ ടോപ്പിൽ എന്താ? എഫ് അല്ലേ കിടക്കുന്നത്. ഇനി നോക്കിയേ, ഇനി എന്റെ ഇൻപുട്ട് സിമ്പിൾ എന്താ? അതും ഐ ഡി. അപ്പൊ ഇവര് തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഇങ്ങനെ ഒരു ബന്ധവും ഇല്ലാതെ വരുമ്പോഴത്തേനും എന്താ ചെയ്യേണ്ടേ? നമ്മുടെ സ്റ്റാക്കിന്റെ ടോപ്പിൽ കിടക്കുന്നതിന്റെ പ്രൊഡക്ഷൻ റൂൾ എടുക്കുക. എഫ് ടെൻസ് ടു ഐ ഡി. എഫിന്റെ പ്രൊഡക്ഷൻ റൂൾ എന്ന് പറയുന്നത് എഫ് ടെൻസ് ടു ഐ ഡി എന്നുള്ള പ്രൊഡക്ഷൻ റൂൾ നമ്മൾ എടുത്തു. ഓക്കെ, അപ്പം എഫ് ടെൻസ് ടു ഐ ഡി എന്നുള്ള പ്രൊഡക്ഷൻ റൂൾ ആണ് ഞാൻ നെക്സ്റ്റ് എടുത്തത്. എന്നിട്ട് ഈ എഫ് ടെൻസ് ടു ഐ ഡിനെ ഞാൻ എന്ത്, കാരണം എഫ് ടെൻസ് ടു രണ്ട് പ്രൊഡക്ഷൻ ഉണ്ട് അല്ലെ. എഫ് ടെൻസ് ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ രണ്ട് പ്രൊഡക്ഷൻ കാണാൻ പറ്റുന്നില്ലേ? നമ്മുടെ ക്വസ്റ്റിനകത്തുണ്ടല്ലോ, എഫ് ടെൻസ് ടു ഇ ഡാഷ്, അതായത് എഫ് ടെൻസ് ടു ഓപ്പൺ ബ്രാക്കറ്റ് ഇ ക്ലോസ്ഡ് ബ്രാക്കറ്റും ഉണ്ട്, എഫ് ടെൻസ് ടു ഐ ഡി ഉണ്ട്. അപ്പൊ നമുക്ക് ഐ ഡി എടുക്കാം, കാരണം ഇപ്പുറത്ത് എനിക്ക് ഐ ഡിയുടെ ആവശ്യമുണ്ട്, രണ്ടിനെ ഒരുപോലെ ആക്കേണ്ടതുണ്ട് അല്ലെ.
അപ്പൊ രണ്ടിനെ ഒരുപോലെ ആക്കേണ്ടത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ എഫ് ടെൻസ് ടു ഐ ഡി തന്നെയാണ് സെലക്ട് ചെയ്തത്. എഫ് ടെൻസ് ടു ഇതാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. എഫ് ടെൻസ് ടു ഐ ഡി. അപ്പം എന്തായി, എഫ് ടെൻസ് ടു ഐ ഡി ആയി. ഇനി എന്ത് ചെയ്യുക, ഈ ഐഡിയെ ഞാൻ എന്ത് ചെയ്തു, തിരിച്ച് പുഷ് ചെയ്യുക, റീപ്ലേസ് ചെയ്തു. അതായത് ഞാൻ ഇവിടെ എഫിന് പകരം ഞാൻ ഐ ഡിയെ തിരിക്കരുത് കേട്ടോ, ഐ ഡിയെ ഡി ഐ എന്ന് എഴുതരുത്, അത് തെറ്റാണ്. ഐ ഡി എന്നുള്ളത് നമ്മുടെ എന്താണ് ടെർമിനൽ സിമ്പിൾ ആണ് അല്ലെ, അതിനെ ഒന്നും തിരിച്ചു മാറ്റരുത്. ക്യാപിറ്റൽ ലെറ്റർ വരുമ്പോൾ മാത്രമേ അതുകളെ തിരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഐ ഡി ആയിട്ട് തന്നെ എഴുതി, എഫിന് വരെ ഐ ഡി എഴുതി. ഇനി നോക്കിയാൽ സ്റ്റാക്കിന്റെ ടോപ്പിൽ ഐ ഡി ആണ്, എന്റെ ഇൻപുട്ട് സ്ട്രിങ്ങിന്റെ ആദ്യം കിടക്കുന്ന ഐ ഡി ആണ് കണ്ടോ. അപ്പൊ രണ്ട് സെയിം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ സ്റ്റാക്കിന്റെ ടോപ്പിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇതിനെ ഐ ഡിയെ നമ്മൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. ടോപ്പിൽ നിന്ന്, സ്റ്റാക്കിന്റെ ടോപ്പിൽ നിന്ന് ഐ ഡി എടുത്ത് മാറ്റണം. ഓക്കെ, ഐ ഡി എടുത്ത് മാറ്റുക. അതായത് സെക്കൻഡ് റൂൾ വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഐ ഡി എടുത്ത് മാറ്റിയിട്ട്, അതായത് നമ്മളിവിടെ യൂസ് ചെയ്ത റൂൾ എന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡ് റൂളാണ് ഞാനിവിടെ യൂസ് ചെയ്തത് കണ്ടോ, പോപ്പ് ആൻഡ് റിമൂവ് ഐ ഡി. അപ്പം സ്റ്റാക്കിൽ നിന്ന് ഞാൻ ഐ ഡി എടുത്ത് മാറ്റിയിട്ട് മാറ്റി. ഓക്കെ, ഇനിയിപ്പോ എന്തുണ്ട് എന്റെ സ്റ്റാക്കിൽ ഇ ഡാഷ് ടി ഡാഷ് ഉണ്ട്, ഐ ഡി മാറിയല്ലോ. ഇപ്പുറത്തുനിന്നും ഐ ഡി പോകണം, കാരണം ഐ ഡി നമ്മൾ എടുത്ത് മാറ്റി. അപ്പൊ ഇപ്പുറത്തുനിന്ന് ഐ ഡി പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ള സിമ്പിൾ പ്ലസ് ആണ് അല്ലെ, പ്ലസ് ആണ്. അപ്പൊ ഇത് നോക്കിയേ, എന്റെ സ്റ്റാക്കിന്റെ ടോപ്പിൽ ഇപ്പൊ എന്താ കിടക്കുന്നത്, എന്റെ സ്റ്റാക്കിന്റെ ടോപ്പിൽ ഇപ്പൊ കിടക്കുന്ന ടി ഡാഷും ഇപ്പുറത്ത് കിടക്കുന്ന എന്താ, എന്റെ ഇൻപുട്ട് സിമ്പിളിൽ കിടക്കുന്ന പ്ലസും ആണ്. രണ്ടും ഒരു ബന്ധവും ഇല്ലായിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, ടി ഡാഷിന്റെ പ്രൊഡക്ഷൻ റൂൾ എടുക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത ടി ഡാഷിന്റെ പ്രൊഡക്ഷൻ റൂൾ, ടി ഡാഷ് ടെൻസ് ടു എപ്സിലോൺ എന്നുള്ള പ്രൊഡക്ഷൻ റൂളാണ് ഞാൻ എന്ത് ചെയ്തത്, ഞാൻ എടുത്തത്. അപ്പം എന്ത് ചെയ്യുക, അപ്പം ഈ ടി ഡാഷ് ടെൻസ് ടു എപ്സിലോൺ എന്നുള്ള പ്രൊഡക്ഷനെ ഞാൻ എന്ത് ചെയ്യുക, ഞാൻ ഇപ്പുറത്തെ എപ്സിലോൺ ഇട്ട് കൊടുത്തു. ടി ഡാഷിന് പകരം എപ്സിലോൺ ഞാൻ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ഓക്കെ, അപ്പം ഞാൻ എപ്സിലോണിനെ പുഷ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചേ, ആ ടി ഡാഷ് അവിടുന്ന് പോയി അല്ലെ. എപ്സിലോണിനെ ഞാൻ ഇവിടെ പുഷ് ചെയ്തപ്പോൾ ടി ഡാഷ് എന്ന് പറയുന്നത് ഇവിടെ കാണാം, ഇവിടെ ടി ഡാഷ് എന്ന് പറയുന്നത് പോയി. ഓക്കെ, ബാക്കി നമുക്ക് പ്ലസ് ഐ ഡി അതുപോലെ തന്നെ കിടപ്പുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇനി എനിക്കുള്ള സിമ്പിൾ എന്ന് പറഞ്ഞ ഇ ഡാഷ് ആണ്. സ്റ്റാക്കിന്റെ മുകളിൽ, സ്റ്റാക്കിന്റെ ടോപ്പിൽ ഇവിടെ പ്ലസ് ആണുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് മാക്സിമം ആയിട്ട് മാച്ച് ചെയ്യണം. അതായത് പ്ലസ് ആണ് നെക്സ്റ്റ് വരുന്നത് അല്ലെ, നമ്മൾ ആ മാച്ച് ചെയ്യുന്ന വെച്ചിട്ട് വേണം കറക്റ്റ് ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. മാച്ച് ചെയ്യുന്ന പ്രൊഡക്ഷൻ റൂൾ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കണം. ഓക്കെ, അപ്പൊ ഇ ഡാഷ് ടെൻസ് ടു പ്ലസ് ടി ഡാഷ് എന്നുള്ള വന്നു ഇല്ലേ, ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ റൂൾ നമുക്കുണ്ടല്ലോ. അപ്പൊ ഞാൻ മനഃപൂർവ്വം ഈ പ്രൊഡക്ഷൻ റൂൾ എടുത്താ, കാരണം എനിക്ക് ഇപ്പുറത്ത് മാച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മനഃപൂർവ്വം എടുത്താണ്. നമ്മൾ അങ്ങനെ എടുക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, ഈ പ്ലസ് ടി ഇ ഡാഷിനെ എന്ത് ചെയ്യുക, ഇ ഡാഷ് പ്ലസ് ടി ഇ ഡാഷിനെ ഞാൻ എന്ത് ചെയ്യണം, ഇ ഡാഷ് ടി പ്ലസ് എന്ന് എഴുതണം അല്ലെ. അപ്പം ഈ ഇ ഡാഷ് ഞാൻ സ്റ്റാക്കിൽ നിന്ന് മാറ്റിയിട്ട് ഇ ഡാഷ് ടി പ്ലസ് എന്ന് എഴുതി, തിരിച്ചെഴുതണമല്ലോ, അങ്ങനെയാണല്ലോ, തിരിച്ചെഴുതി വെച്ചു. തിരിച്ചെഴുതിയിട്ട് നോക്കിയേ, ഈ സ്റ്റാക്കിന്റെ ടോപ്പിൽ വന്നത് പ്ലസ് ആണ്, ഇപ്പുറത്തും കിടക്കുന്നത് എന്താ, പ്ലസ്. അപ്പൊ മാച്ചിങ് വന്നില്ലേ, രണ്ടുപേരും മാച്ച് വന്നപ്പോഴത്തേക്കിന് എന്താ ചെയ്യേണ്ടത്, ഈ പ്ലസിനെ സ്റ്റാക്കിന് എടുത്ത് റിമൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ പ്ലസിനെ എന്ത് ചെയ്തു, റിമൂവ് ചെയ്തു, അതായത് പോപ്പ് ചെയ്തു. സ്റ്റാക്കിൽ നിന്ന് ഞാൻ പ്ലസിനെ ഞാൻ പോപ്പ് ചെയ്തു. അതായത് നമ്മുടെ റൂൾ നമ്പർ 2 ആണ് അവിടെ ഉപയോഗിച്ചത്. ഇനി അങ്ങനെ ഞാൻ പോപ്പ് ചെയ്തതിനു ശേഷം ബാക്കി എന്തുണ്ട് എന്റെ സ്റ്റാക്കിൽ, ഇ ഡാഷ് ടി ഉണ്ട്, പ്ലസ് പോയല്ലോ. ഇനി എന്റെ സ്റ്റാക്കിന്റെ ടോപ്പിൽ എന്താ ഉള്ളത്, ടി ആണുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് പ്ലസിനെ മാറ്റണം, പ്ലസിനെ രണ്ടിടത്തുനിന്ന് മാറ്റണം കേട്ടോ, രണ്ടിടത്തും നമ്മൾ പ്ലസിനെ മാറ്റണം. അപ്പം ഇവിടെ ബാക്കിയുള്ള എന്താ, ഐ ഡി. അപ്പൊ ഇത് നോക്കിയേ, ഇവർ തമ്മിൽ ഒരു ബന്ധവും ഇല്ല, ഇവിടെ ടിയുടെ ഐ ഡിയും. അപ്പൊ എന്ത് ചെയ്യുക, ടിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് ചെയ്യുക, പ്രൊഡക്ഷൻ റൂൾ എടുക്കുക. ടിയുടെ ഐ ഡി ആയിട്ട് റിലേറ്റ് ചെയ്ത പ്രൊഡക്ഷൻ റൂൾ ഒന്നും ഇല്ല, അതുകൊണ്ട് ആകെ എടുക്കാൻ പറ്റുന്ന ഇതേ ഉള്ളൂ, ടി ടെൻസ് ടു എഫ് ടി ഡാഷ്. അതെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ തിരിച്ചു, ടി ഡാഷ് എഫ് എടുത്ത് ഇപ്പുറത്തിട്ടു. അപ്പൊ ടി ഡാഷ് എഫ്. ഓക്കെ, അപ്പം ഇ ഡാഷ് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു, എന്നിട്ട് ടി ഡാഷ് എഫിനെ ഞാൻ ഇട്ടു. ഇനി ഇവിടെ നോക്കിയേ, എഫ് ആണ് എന്റെ സ്റ്റാക്കിന്റെ ടോപ്പിൽ കിടക്കുന്നത്, ഇവിടെ ഐ ഡി ആണ് കിടക്കുന്നത്. അപ്പൊ നമുക്കറിയാം എഫും ഐ ഡിയും കൂടെ ബന്ധമുള്ള ഒരു പ്രൊഡക്ഷൻ റൂൾ നമുക്കുണ്ട് അല്ലെ. അപ്പൊ അത് നമ്മൾ ഇവിടെ മനഃപൂർവ്വം ഉപയോഗിക്കണം അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എഫ് ടെൻസ് ടു ഐ ഡി എന്നുള്ളത് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്തു, ഈ എഫിന് പകരം ഞാൻ ഇവിടെ ഐ ഡി സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. അപ്പൊ ഇവിടെ ഐ ഡി വന്നു, ഇവിടെ എനിക്ക് ഐ ഡി വന്നു, ഇപ്പുറത്തും ഐ ഡി വന്നു. ഇപ്പൊ രണ്ടും മാച്ച് ആയല്ലോ. രണ്ടും മാച്ച് ആയപ്പോ എന്ത് ചെയ്യുക, ഐ ഡി എടുത്ത് പോപ്പ് ചെയ്ത് മാറ്റുക. അതായത് റൂൾ നമ്പർ 2 നമ്മൾ യൂസ് ചെയ്യുക, രണ്ടിടത്തുനിന്ന് ഐ ഡി എടുത്ത് മാറ്റുക. ബാക്കി എനിക്ക് സ്റ്റാക്കിൽ എന്തോ കാണും, സ്റ്റാക്കിൽ എനിക്ക് ഇ ഡാഷ് ടി ഡാഷും കാണും. എന്റെ ഇൻപുട്ടിനകത്ത് സ്റ്റാർ ഐ ഡി ഡോളർ മാത്രമേ കാണുള്ളൂ അല്ലെ. ഇത് നോക്കിയേ, ഇ ഡാഷ് ടി ഡാഷ് ഉണ്ട്, എന്റെ ഇൻപുട്ടിനകത്ത് എന്തുണ്ട്, ഇവിടെ ഇ ഡാഷ് ടി ഡാഷ് വന്നു, സ്റ്റാർ ഐ ഡി ഡോളർ. ഇനി ഇവിടെ ഞാൻ ടി ഡാഷ് എടുത്തേ, ഇവിടെ സ്റ്റോപ്പിൽ എന്താ, ടി ഡാഷ് ആണ്. ഇവിടെ ആദ്യം എന്താ കിടക്കുന്നത്, സ്റ്റാർ ആണ് കിടക്കുന്നത്. അപ്പൊ എന്താ ചെയ്യുക, രണ്ടും ഒരു ബന്ധവും ഇല്ല. അപ്പൊ ടി ഡാഷിന്റെ പ്രൊഡക്ഷൻ എടുക്കുക. പക്ഷെ ടി ഡാഷിന്റെ പ്രൊഡക്ഷൻ എടുക്കുമ്പോഴത്തേനും എന്താണ്, ടി ഡാഷിന്റെ സ്റ്റാർ വരുന്ന പ്രൊഡക്ഷൻ ഞാൻ മനഃപൂർവ്വം എടുത്തു, കാരണം എനിക്ക് സ്റ്റാറിനെ അവിടുന്ന് എടുത്ത് മാറ്റണം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ടി ഡാഷ് ടെൻസ് ടു സ്റ്റാർ എഫ് ടി ഡാഷ് ഞാൻ എടുത്തു. ഓക്കെ,
അപ്പം ടി ഡാഷ് ടെൻസ് ടു എപ്സിലോൺ നമുക്കുണ്ട്. പക്ഷെ എപ്സിലോൺ ഇടുന്നതിൽ നല്ലത് സ്റ്റാർ ഇടുന്നതല്ലേ? കാരണം ഇപ്പുറത്ത് സ്റ്റാർ കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇപ്പുറത്ത് എനിക്ക് സ്റ്റാർ വരാൻ എളുപ്പത്തിൽ വരാണെങ്കിൽ എനിക്ക്